പടച്ചോനെ, ഇതാരി സാവിത്രി കുട്ടി എങ്ങോട്ട് പോണു? ബാലേട്ടിന് ചോറ് കൊണ്ടു കൊടുക്കാൻ. സന്തോഷം. ഇപ്പോഴാണ് ബാലസാറിന് ഒരു മേൽലാസം ഉണ്ടായത്. കെട്ടിയവൻ ജോലിക്ക് പോയിരിക്കണം, കെട്ടിയവള് കെട്ടിയവന് ചോറും കൊണ്ടുപോകണം. ആ ചെല്ല് ചെല്ല്. ചോറ്. ഇവിടുത്തെ പതിവ് പുള്ളികളുടെ കൂട്ടത്തിൽ സാറിന് മാത്രമാണ് ഈയിടെ കാണാത്തത്. പുതിയതൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അയ്യോ, ഇപ്പോഴുള്ളതെല്ലാം പുതിയതല്ലേ? നീ ദ്രാക്ഷായനെ, അമ്മണി, എലിക്കുട്ടി, ഇങ്ങോട്ട് വരേൻ. ഇത്രയും പേരാ ഇപ്പോഴുള്ളത്. മനസ്സിൽ പിടിച്ച് ഏതാണെന്ന് വെച്ചാൽ കബൂലാക്കി. എവരെയൊക്കെ ഞാൻ ഇതിന് മുമ്പും കണ്ടിട്ടുള്ളതാണല്ലോ. നിങ്ങളൊക്കെ പോയി. സാറേ, ഹോട്ടലിൽ നിന്ന് ശാപ്പാട് വരുത്തിക്കുന്നത് പോലെ ഇരുട്ട് വാക്കിന് പല മുതലാളിമാരും കാറായി. പറയുന്ന കാശ 8 മണി കഴിഞ്ഞാലേ ഇവിടെ ഒരെണ്ണത്തിനെ കാണത്തില്ല. ശരി, ഞാൻ ഇറങ്ങുന്നു. ഉള്ളത് ഈ പങ്ക് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും ഭംഗി. ഇതെന്തിനാ ഒന്നിനും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ വരുന്നത്? ഇപ്പൊ പൂത്താലോട്ട് അകത്തോട്ട് പോയില്ലേടോ. അയ്യോ, എന്നാ പിരി. അത് മാത്രം നടപ്പില്ല. വെച്ചോ 100 രൂപ. എത്ര രൂപ തന്നാലും ഈ ജന്മത്ത് സാധ്യമല്ല. അതേ, കമലാക്ഷമ്മയുടെ മോള് സാവിത്രിയാ. എനിക്ക് അവളെ മതിയിടോ. മതിയെന്ന് വെച്ച കാര്യം നടക്കണ്ടേ? എത്രയോ മുതലാളിമാർ ലക്ഷക്കണക്കിന് രൂപ വെച്ച് നീട്ടിയിട്ടും കമലാക്ഷമ്മ സമ്മതിച്ചിട്ടില്ല. പിന്നെ കാര്യം കമലാക്ഷമ്മയോട് നേരിട്ട് അങ്ങ് പറഞ്ഞേക്ക്. എന്താ മണി? സാവിത്രിയെ എനിക്ക് വളരെ ഇഷ്ടം. അവർക്ക് ഞാൻ എന്ത് തുടങ്ങി? വേണ്ട ഉണ്ണി, ഈ ആഗ്രഹമേ നിനക്ക് വേണ്ട. ഇക്കാര്യത്തിൽ നീ എന്നെ അമ്മയായിട്ട് തന്നെ കാണണം. ഗതികേട് കൊണ്ട് ഞാൻ ഈ നരകത്തിൽ വന്നു വിട്ടു. പക്ഷേ എന്റെ ജീവനുള്ളതുവരെ അവളെ ഈ വഴിക്ക് വിടുകില്ല. പിന്നെന്തിനാ അവളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കും? അവള് വെളി നിന്നാ പഠിച്ചത്. പഠിത്തം കഴിഞ്ഞു. ഇനി അവളെ ആരുടെ കൂടെങ്കിലും മാനമായിട്ട് പറഞ്ഞു വിടണം. എന്താ മുതലാളി വിളിച്ചത്? ഇപ്പൊ കേട്ടല്ലോടാ? ക്ഷണിച്ചില്ലോ? സാവിത്രി കുട്ടിയുടെ പാദസരത്തിന്റെ വിളിക്കണേ. 1000 രൂപ കൊടുക്കണം. 1,00,000 രൂപ കൊടുത്താലും ആ തള്ള അവളെ അയക്കും. പിന്നെ എന്താ ചെയ്യും? പാമ്പും പഴയതാ മുതലാളി നല്ലത്. 2 പെഗ് കൂടെ അടിച്ചേച്ച് മുതലാളി സരോജനയുടെ മുഖത്തേക്കും നോക്കിയാട്ടെ. സാവിത്രി കുട്ടിയാന്ന് തന്നെത്താൻ തോന്നും. ഇന്ന് വരെ അവളെ ഒരു തെറ്റിലും വീഴ്ത്താതെയാണ് ഞാൻ വളർത്തിയത്. അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ നീ വേശ്യാലയങ്ങളിൽ കയറിയിറങ്ങുന്നവനാണ്. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. നിങ്ങളും ഈ തൊഴിൽ അവസാനിപ്പിക്കണം. മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കുഴിയിൽ വന്ന് വീണത്. സാവിത്രിയെ പഠിപ്പിച്ച വകയിൽ വളരെയധികം കടമുണ്ട്. അത് തീരുന്നതുവരെ ഈ ചെളിയിൽ നിന്നും കരകയറാൻ നിവർത്തിയില്ല. ഒരു നല്ല മനുഷ്യനായി മാറി ഞാൻ സാവിത്രിയെ സംരക്ഷിച്ചുകൊള്ളാം. അമ്മ എനിക്കുള്ള വിവാഹം ചെയ്തു തരണം. നീ ഇത്രയും താല്പര്യം കാണിക്കുന്നത് കൊണ്ട് അവക്കിഷ്ടമാണെങ്കിൽ ഞാനിത് നടത്തിത്തരാം.
അവളെ ഈ വിവാഹത്തിന് സമ്മതിക്കണം. രാഘവൻ നല്ലവനാ. നിന്നെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് ഒരു സമാധാനവുമില്ല. അതുകൊണ്ട് ഉടനെ വിവാഹത്തിന് ഏർപ്പാട് ചെയ്യാം. എനിക്ക് ഓണത്തിന് വീട്ടിൽ പോകണം. എനിക്കും പോകണം. നിങ്ങൾ എല്ലാവരും കൂടെ പോയാൽ പിന്നെ ഇവിടെ ആരുണ്ട്? നേരാ, നല്ല കണക്ഷൻ കിട്ടുന്ന സമയമാണ്. അപ്പൊ ഇത് കൂട്ടിവിടുന്നത് മഹാഭാവമാണ്. കൂട്ടിയിട്ട് ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല. ഭാസ്കര, എനിക്കും എന്റെ മോളെ പോയി ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഈ തൊഴിൽ നടത്തുന്നത് നിങ്ങൾ അവിടെ കയറരുതെന്നല്ലേ രാഘവൻ പറഞ്ഞിരിക്കുന്നത്? നമുക്കിനി ഇതങ്ങ് നിർത്താം ഭാസ്കര. അത് കൊള്ളാം. നിങ്ങൾ മകളെ കെട്ടിച്ചയച്ചു, കടങ്ങളെല്ലാം വെട്ടി, ഇനി നിർത്താമെന്ന്. അപ്പൊ ഞാനീ പെമ്പിളിനെ എങ്ങോട്ട് പോകും? നേരാ കമലാക്ഷൻ, ഏതായാലും നനച്ചിറങ്ങി. ഇനി കുളിച്ചു കയറാം. എങ്ങും പോകണ്ട. ഇനി ഇവിടെ നിന്ന് പോകുന്നത് ചുടുകാട്ടിലേക്ക്. പിടിക്കല്ലേ അതിനെ, അനങ്ങി പോരുത്. ഞാനൊരു ബാല്യനാണ്. ഒരു 3-4-5 ഓഫീസുണ്ട്. എന്നെ അവമാനിക്കരുത്. നീ എന്തിനിവിടെ വന്നു? ഇച്ചിരി ചുണ്ണാമ്പ് മേടിക്കാൻ വന്നതാണ്. റാസ്കൽ, ശബ്ദിക്കരുത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ. ഇദ്ദേഹത്തെ വിടണം. സ്ഥലമറിയാതെ ആദ്യമായി ഒന്ന് കയറിയതാണ്. ആ തള്ള കടന്നു കളഞ്ഞു. അവളെ കിട്ടിയില്ല. എന്താ ഇങ്ങോട്ട് വന്നത്? അമ്മ ഒരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാ. നിർത്ത്. ആപത്ത് എന്താണെന്ന് ഞാൻ കേട്ടു. എന്നോട് ക്ഷമിക്ക് രാഘവ. എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. ഇവിടെ താമസിക്കാൻ പറ്റില്ല. നീ മിണ്ടി പോരുത്. ഞാൻ പൊയ്ക്കോളാം മോളെ. നിൽക്കൂ അമ്മേ. ചേട്ടാ, ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. അമ്മയ്ക്ക് വേറെ ആരുമില്ല. അമ്മ കൂടി ഇവിടെ നിൽക്കട്ടെ. ഇവിടെ താമസിക്കാനോ? ഞാൻ 4 ആണുങ്ങളുടെ കൂടെ ജോലി ചെയ്ത് ജീവിക്കുന്നവനാണ്. എനിക്ക് അവരുടെ മുൻപിൽ തലകുനിക്കാനാവില്ല. ചേട്ടാ, ഇവരുടെ പെറ്റമ്മയാണ്. ഏതമ്മയാലും ശരി, ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ കണ്ടുപോകരുത്. ഞാൻ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞത് കൊണ്ടാ ഇൻസ്പെക്ടർ അമ്മ നമ്മയൊക്കെ വിട്ടയച്ചത്. ജാമ്യത്തിൽ ഇറക്കാൻ ഒരു എരപ്പാളി പോലും വന്നില്ലല്ലോ. ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരുന്നില്ല. ഞാനും ഇല്ല. സരോജിനിയോ? ഞാൻ ചേട്ടൻ പറയുന്നത് പോലെ ചെയ്യും. നീ എങ്ങും പോകണ്ട. ഞാൻ ആ കിഴവിയെ കണ്ട് പണത്തിന്റെ കാര്യം ചോദിച്ചു വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാം. എന്താ? എന്നാൽ വാ, നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. അമ്മേ, എന്താ മോളെ? വരൂ, കഞ്ഞി കുടിക്കാം. വേണ്ട മോളെ, എനിക്ക് നീ കഞ്ഞി തന്നെന്ന് രാഘവൻ അറിഞ്ഞാൽ ചിലപ്പോ അവൻ നിന്നെ ഇറക്കി വിടും. പെറ്റ തള്ളിക്ക് കഞ്ഞി കൊടുത്തോണ്ട് എന്നെ ഇറക്കി വിടുന്നെങ്കിൽ വിടട്ടെ. അമ്മ വരൂ. കമലാക്ഷമ്മ നല്ല പുള്ളിയാണല്ലോ. എന്താ? ഞങ്ങളൊക്കെ പോലീസുകാരോട് പോയ തക്കത്തിന് ഉള്ള കാശ് പിടിച്ചോണ്ട് പോകുന്നുവല്ലേ? കാശോ? എന്റെ മോള് സത്യമായിട്ട് ഞാൻ അവിടെ നിന്നും കൊണ്ടുവന്നിട്ടില്ല. വല്ലോരും എടുത്തോണ്ട് പോയി കാണും. വേല കയ്യിലിരിക്കട്ടെ. അമ്മ കാശ് കൊണ്ടുവന്നെങ്കിൽ ഞാൻ അറിയാതിരിക്കോ? മര്യാദയ്ക്ക് എന്റെ കാശ് തരുന്നതാ നല്ലത്. ഓ, പോയില്ലല്ലേ? ഞാൻ പോണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ അമ്മ നിന്നത്. നീ എന്തിനാ ഇവിടെ വന്നത്? നീ ഇപ്പൊ സ്വർഗത്തിൽ നൂലിറങ്ങിയൊന്നു പോലെയാണല്ലോ ചോദിക്കുന്നത്. എന്തിനാ വന്നെന്നാ ചോദിച്ചത്? എനിക്ക് ഇവരുമായി ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. പുതിയതായി ബിസിനസ് ഇവിടെ തുടങ്ങിക്കളയുമെന്നായിരിക്കും. ഇറങ്ങടാ വെളിയിൽ. ഞാൻ ഇറങ്ങണമെങ്കിൽ നിന്റെ അമ്മായിമ നിന്റെ കയ്യിൽ കൊണ്ടുതന്ന പണം ഇങ്ങ് തരണം. ഇവിടെ ഒരു പട്ടിയും പണം കൊണ്ട് തന്നിട്ടില്ല. പണം കിട്ടാതെ ഞാൻ പോവില്ലടാ. പോവില്ലേ? ഇല്ല. എന്നോ പിടിച്ചോളാം. അയ്യോ, ഇടാ, ഇരുമ്പ് പിടിക്കുന്ന കൈകളാണ്. ഇനി മേലാൽ നിന്നെ കാമ്പൗണ്ടിൽ കണ്ടുപോയാൽ നിന്റെ എല്ല് ഞാൻ ബാക്കി വെക്കില്ല. ബ്ലഡി റാസ്കൽ. എടീ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ അത് കിടക്കില്ല. നീയും നിന്റെ ആൾക്കാരുമായി ഇഷ്ടം പോലെ ജീവിച്ചുള്ളൂ. ഏതായാലും എന്റെ കുഞ്ഞി ചെളിയിൽ വളരണ്ട. ചേട്ടാ, ചേട്ടാ.